വിരിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന വെറൈറ്റീസ് ആണ് ഓർക്കിഡ് വെറൈറ്റീസ്. അപ്പോൾ ഓർക്കിഡ്സിന്റെ ഫെലനോപ്സിസ്, ഡെൻഡ്രോബിയം, അതുപോലെ തന്നെ വാൻഡ വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡ് വെറൈറ്റീസിന്റെ കെയർ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് നഴ്സറിയിൽ വന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ കെയർ എങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം മോർണിംഗ് ഈവനിങ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പോലെ ബാൽക്കണി സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പഴയ മരത്തടിയിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള മരത്തിലൊക്കെ നമുക്ക് മൗണ്ട് ചെയ്ത് വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം വെറൈറ്റീസ്. പോട്ടിംഗ് മീഡിയ ആയിട്ട് ചകിരിയുടെ പീസ്, ചാർക്കോൾ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. വേരിലുള്ള നനവ് വിടുന്നതിനനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കാം. ഓർക്കിഡ്സിനായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് കിട്ടുന്ന പോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. ഫെലനോപ്സിസിന്റെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സും സീഡ്ലിങ്സും അവൈലബിൾ ആണ്. വെള്ളം ഒരുപാട് ഓവർ ആവാനോ അതുപോലെ നല്ലപോലെ ഡ്രൈ ആയി പോകാനോ പാടില്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫെലനോപ്സിസ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. ഇൻഡോറിൽ നമുക്ക് വിൻഡോ സൈഡിലോ അല്ലെങ്കിൽ ഗ്രോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഓഫീസ് ടേബിളിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു കിടലൻ വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. ഫെർട്ടിലൈസിംഗ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള വെള്ളം ഒഴിക്കലും ഒഴിവാക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വളർത്താൻ പറ്റുന്ന, നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വാൻഡ വെറൈറ്റി. വാൻഡ വെറൈറ്റീസിന് പോട്ടിംഗ് മീഡിയത്തിന്റെ ആവശ്യമില്ല. റൂട്ട്സ് ഇതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റിൽ നമുക്ക് ഹാങ് ചെയ്തിടാം. വെള്ളം നമുക്ക് സ്പ്രേ ചെയ്തോ തളിച്ചോ അതിന്റെ വേരുകളിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കാം. ഫെർട്ടിലൈസിംഗ് നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ www.homelifieldgardens.com എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നഴ്സറിയിൽ വന്ന് വാങ്ങാം. തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.